ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുക എന്നതിനെ കുറിച്ചാണ്. റോമാ ലേഖനത്തിൽ 11-ാം അധ്യായം 33-ഉം 34-ഉം തിരുലിഖിതങ്ങൾ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമ്പത്തിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ വഴികൾ എത്ര ദുർഗ്രഹം. ഏത് ഉപദേശകൻ അവിടുത്തേക്ക് ഉപദേഷ്ടാവാകും? എന്തെന്നാൽ അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആര്? ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ മണിക്കൂറിൽ സ്വർഗത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാനും നിങ്ങളും ആനന്ദപൂരിതരാകാൻ എന്നെയും നിങ്ങളെയും സ്വർഗം തൊട്ടു വിളിക്കുകയാണ്. സ്വർഗത്തിൻ്റെ അത്ഭുതമായ ഇടപെടൽ ഇതാ ഇവിടെ സംഭവിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലൊരു അനുഭവം ലഭിച്ച ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ജർമ്മനിയിൽ വർഷങ്ങളായി താമസിക്കുന്ന ഒരു പ്രവാസി മലയാളിയാണ് ഞാൻ. എനിക്ക് സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ ടെലിവിഷൻ ശുശ്രൂഷകളുടെ ഓൺലൈൻ പ്രോഗ്രാം കാണാൻ ദൈവം അനുഗ്രഹം തന്നു. കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി സെഹിയോനിൽ നിന്നുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകളുടെ ഓൺലൈൻ വീഡിയോ സെഹിയോന്റെ വെബ്സൈറ്റിൽ കാണുവാൻ ഇടയായത്. എൻ്റെ സഹോദരിയുടെ മകളാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി എന്നോട് പറഞ്ഞത്. കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന ഈ ശുശ്രൂഷകളെക്കുറിച്ച് ഇത്രയും താമസിച്ചാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നോർത്ത് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ പശ്ചാത്തപിക്കുകയാണ്. എങ്കിലും അവസാനം വരുന്നവർക്കും കരുണയോടെ വാരിക്കോരി നൽകുന്ന നല്ലവനായ ദൈവത്തെയാണ് ഈ ശുശ്രൂഷയുടെ സമയത്ത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. എൻ്റെ അനുഭവം ഇതാണ്. ഞാൻ ഓൺലൈനിൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ മേൽ ശക്തമായി വ്യാപരിച്ച് വർഷങ്ങളായി മദ്യപിക്കുകയും വൈൻ കുടിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രത്യേക ലിക്കറിൻ്റെ അടിമത്തം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി കഴുകപ്പെട്ടു. ഇന്ന് ഒരു തുള്ളി മദ്യം കഴിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത വിധം എൻ്റെ മനസ്സും ശരീരവും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. കരുണയുടെ രാജാവായ യേശു മിശിഹായെ ഞാൻ കോടാനുകോടി നന്ദിയോടെ സ്തുതിയും പുകഴ്ചകളും അർപ്പിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ വർഷങ്ങളായി മദ്യത്തിനും ലഹരിക്കും വൈൻ കുടിച്ചും അതിന് അടിമപ്പെട്ടിരുന്ന മനുഷ്യൻ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി ശരീരത്തിലേക്ക് പ്രവഹിച്ചു. വലിയൊരു വിടുതൽ ശരീരത്തിൽ സംഭവിച്ചു. ഇന്ന് ഒരു തുള്ളി മദ്യം കുടിക്കാൻ താല്പര്യമില്ലാത്ത വിധം വ്യത്യാസപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതായി ജർമ്മനിയിൽ നിന്ന് ഇതാ എൻ്റെയും നിങ്ങളുടെയും പരിഗണനയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് 2 കാര്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. മകനെ, മകളെ, നീ ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണ് ഈ വചന ശുശ്രൂഷകളിൽ പങ്കുചേരുന്നെങ്കിലും, ജീവിതത്തിന്റെ ഏതൊരു സങ്കീർണ അവസ്ഥകളിൽ ഇരുന്നാണ് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ നീ പങ്കുചേരുന്നെങ്കിലും, നീ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു കാര്യം അറിയുക. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്ഭുതമായി വ്യാപരിക്കുമ്പോൾ ബുദ്ധിമണ്ഡലത്തിലുള്ള എല്ലാ മൂഢതകളും വിട്ടുപോകും, എല്ലാ അന്ധകാരങ്ങളും മാറും. പൈശാചിക പീഡകൾ കൂട്ടത്തോടെ ഈ നിമിഷം കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആത്മാവിനെ അയക്കണമേ, വിവേകത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ആത്മാവിനെ അയക്കണമേ. ഈ നിമിഷം ഹൃദയം തുറന്ന് സ്വർഗത്തോട് സകലരും പ്രാർത്ഥിക്കും.
കർത്താവേ നിന്നാത്മാവാ നിറച്ചിടണേ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്നാത്മാവാ നിറച്ചിടണേ കരങ്ങൾ ഉയർത്തി കരഞ്ഞു നിലവിളിക്കുന്നു. ജലത്താൽ കവിഞ്ഞിടും പോലെ ജ്ഞാനത്താൽ നിറച്ചിടണേ നിറച്ചിടണേ. സമുദ്രം ജലത്താൽ കവിഞ്ഞിടും പോലെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. റോമാലേഖനം 11-ാം അധ്യായം 33-ഉം 34-ഉം തിരുലിഖിതങ്ങൾ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമ്പത്തിൻ്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ വഴികൾ എത്ര ദുർഗ്രഹം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പൈശാചിക പീഡ ഇരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ അവിടെയും ഇവിടെയും ഓടി നടക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിലിരിക്കും, കൺവെൻഷന് വേണ്ടിയോ ധ്യാനങ്ങൾക്ക് വേണ്ടിയോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. എന്താ, എൻ്റെ വീട്ടിലും ദൈവം ഇല്ലേ? ഇങ്ങനെ ഓരോ തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ ചിന്തകൾക്ക് അടിമപ്പെട്ട് ഈ കാലഘട്ടത്തിൽ അനേകം ആത്മാക്കൾ നശിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. പ്രിയ ദൈവ പൈതലേ, നാം ഇതെല്ലാം ചെയ്യുന്നത് കാലഘട്ടത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നാം ആരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഈ കാലഘട്ടം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാലഘട്ടമാണ്. ഇടത്തോട് നോക്കുമ്പോഴും വലത്തോട് നോക്കുമ്പോഴും ഒരുപാട് വചന ശുശ്രൂഷകൾ, ഒരുപാട് കൺവെൻഷനുകൾ, ഒരുപാട് ധ്യാനങ്ങൾ, ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ, ടെലിവിഷനിലൂടെയുള്ള വചന പ്രഘോഷണങ്ങൾ, ടെലിവിഷനിലുള്ള ആത്മീയ വിരുന്നുകൾ, ഇതെല്ലാം സ്വർഗം നമുക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഇന്ന് ഒരുക്കി എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ, എൻ്റെയും നിങ്ങളുടെയും കാതുകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാനും നിങ്ങളും സ്വർഗം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ കാര്യങ്ങളോട് എന്ത് മനോഭാവമാണ് പുലർത്തുന്നത്? ഗൗരവമുള്ള ഒരു വിഷയമാണിത്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്ന വഴികളിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ട് വരുന്നത് എന്ന് ചിന്തിക്കരുത്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വിധത്തിൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. 2011 ജനുവരി മാസത്തിൽ കൂനമ്മാവ് ദേശത്ത് വെച്ച് അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രം നടത്തിയ ബൈബിൾ കൺവെൻഷനിൽ പങ്കുചേർന്ന ഒരു ദൈവ പൈതൽ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ചേർന്നു. 2011 ഫെബ്രുവരി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടുമ്പോൾ ഈ മനുഷ്യൻ സ്റ്റേജിലേക്ക് വന്നു. എന്നിട്ട് ആ വ്യക്തിയുടെ അനുഭവം ഈ 10,000-ങ്ങളോട് പങ്കുവെക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു. ആ മനുഷ്യൻ പറയുകയാണ്, കഴിഞ്ഞ 18 വർഷമായി ഈ മനുഷ്യന്റെ കണ്ണിൽ തിമിരം ബാധിച്ച്
കണ്ണട വെച്ച് കണ്ണട ഉണ്ടെങ്കിൽ മാത്രമേ മുഴുത്ത അക്ഷരങ്ങൾ വായിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ചെറിയ അക്ഷരങ്ങളും. കാഴ്ച ശക്തി മൂടിപ്പോയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 18 വർഷമായി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥിതി. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുമിച്ചിരുന്ന് കൂനമാവ് കൺവെൻഷനിൽ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞ് മാറിയപ്പോൾ അച്ഛന്റെ സഹശുശ്രൂഷകനായ സാബു ബ്രദർ ചില അനൗൺസ്മെന്റുകൾ കൊടുത്ത്, അതിലൊരു അനൗൺസ്മെന്റ് ഇതായിരുന്നു: 2011 ജനുവരി മാസത്തിൽ അടുത്ത ആഴ്ച സെഹിയോൺ ടീം ന്യൂസിലൻഡിലേക്ക് ദൈവവചനവുമായി കൺവെൻഷന് വേണ്ടി കടന്നു പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു. ഈ മനുഷ്യന്റെ കണ്ണുകൾ തുറക്കപ്പെട്ട് ഈ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, ആ പേപ്പർ, ആ കുഞ്ഞക്ഷരത്തിൽ എഴുതിയ പേപ്പർ എടുക്കാൻ പറഞ്ഞു. പേപ്പർ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കണ്ണടയില്ലാതെ സുഖമായിട്ട് അദ്ദേഹത്തിന് വായിക്കാം. 18 വർഷമായി ഈ തിമിര രോഗത്തിൽ അല്ലെങ്കിൽ കാഴ്ചശക്തി മങ്ങിപ്പോയ രോഗത്തിൽ ക്ലേശിച്ച് കണ്ണട വെച്ച് മാത്രം വായിച്ചിരുന്ന ഈ മനുഷ്യൻ ഒരു നിർദ്ദേശം സ്റ്റേജിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മേൽ ദൈവശക്തി വ്യാപരിച്ചു, വലിയ വിടുതൽ ഉണ്ടായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അദ്ദേഹം പറയുകയാണ്, പിന്നീട് പിറ്റേ ദിവസം മുതൽ അദ്ദേഹം വെളുപ്പിന് എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഹീലിംഗ് കിട്ടി. അദ്ദേഹത്തിന് കൂദാശ ജീവിതത്തോട് താല്പര്യം, ആത്മീയ ബന്ധനം അഴിഞ്ഞ് വലിയൊരു വിടുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇപ്പോൾ ഡെയിലി വെളുപ്പിന് എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് വിശുദ്ധ കൂദാശകൾക്ക് വേണ്ടി കടന്നു പോവുകയാണ്. ഇതിനു മുമ്പ് ആ ശീലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ മനുഷ്യന്റെ ദേശത്ത്, കൂനമാവ് പ്രദേശത്ത് ദൈവവചന ശുശ്രൂഷയുമായി ഈ ടീം ചെന്നപ്പോൾ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ 55-60 വയസ്സായ മനുഷ്യനാണ്, ഞാൻ ഇതിനു മുമ്പ് പല ധ്യാനങ്ങളും കൂടിയിട്ടുള്ളതാണ്, എപ്പോഴും അങ്ങനെ കൂടേണ്ട കാര്യമൊന്നുമില്ല, ചെണ്ടപ്പുറത്ത് കോല് വെക്കുമ്പോഴേക്കും ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ഇടവകയുടെ ധ്യാനമൊന്നും അല്ലല്ലോ, ഇത് കൺവെൻഷൻ അല്ലേ, ഇഷ്ടമുള്ളവരൊക്കെ പോയി കൂടട്ടെ. അങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഇരുന്നിരുന്നെങ്കിൽ ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാകുമായിരുന്നോ? വർഷങ്ങളായി അദ്ദേഹത്തെ ബന്ധിച്ചിടുന്ന രോഗത്തിന് കെട്ടുകൾ അഴിയുമായിരുന്നോ? അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് വിശുദ്ധ കൂദാശകളോടും യേശുക്രിസ്തുവിന്റെ സഭയിലെ ശുശ്രൂഷകളോടുമുള്ള ആ ഒരു ആന്തരിക തുറവി, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വഴിയുള്ള ആന്തരിക തുറവി അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നോ? ഇതെല്ലാം അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണം എന്താ? അദ്ദേഹം ദൈവത്തിന്റെ ശുശ്രൂഷകളോട് ഹൃദയം തുറന്ന് സഹകരിച്ചു എന്ന ഒരൊറ്റ കാരണത്തിന്മേൽ ദൈവം ബ്ലസ് ചെയ്തതാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 33-ാം തിരുലിഖിതം, ദൈവത്തിന്റെ വഴികൾ എത്ര ദുർഗ്രഹം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം. ജോബിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയെ ഉണ്ടാക്കാൻ കഴിയുമോ? അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയെ ഉണ്ടാക്കാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ശക്തിയെ ഞാനും നിങ്ങൾ തുച്ഛീകരിക്കരുത്.